ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മകരവിളക്കാണ്, അതുപോലെ തന്നെ നാളെ ഷഷ്ടിയാണ്, ഇന്ന് പഞ്ചമി തിഥിയുമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, അതായത് നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനകൾക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും വരാഹി ദേവിയെ പ്രാർത്ഥിക്കണം. ദേവിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ദേവിയെ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഈ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതിന് വരാഹി ദേവി വളരെ നല്ലതാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് കാരണം ക്ഷിപ്രപ്രസാദിനിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വരാഹി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കണം. സപ്തമാതാക്കളിൽ ഒന്നാണ് വരാഹി ദേവി. പഞ്ചമിയാണ്, 5ാമത്തെ ദേവതയാണ്. ലളിതാ ത്രിപുര സുന്ദരിയുടെ സൈന്യാധിപയാണ് വരാഹി ദേവി. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നാളത്തെ ഷഷ്ടിവ്രതം എന്തായാലും എല്ലാവരും എടുക്കണം, കാരണം ചൊവ്വാഴ്ചയും കൂടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചൊവ്വ ദോഷങ്ങളോ ചൊവ്വ ദശ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ചൊവ്വ നമ്മുടെ ജാതകത്തിൽ അനിഷ്ടഭാവത്ത് നിൽക്കുന്നവരോ സ്ഥിരമായി രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കോ ഒക്കെ നല്ലതാണ് ഈ ഷഷ്ടിവ്രതം എടുക്കുന്നത്. കുട്ടികളുടെ ഉന്നമനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. കാരണം മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. എല്ലാ മാസങ്ങളിലെയും പ്രത്യേകിച്ച് ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ചയും ഷഷ്ടിയും കൂടെ വരുമ്പോൾ അത് വളരെ നല്ലതാണ്. ശുക്ലപക്ഷ ഷഷ്ടി ഒന്നും കൂടെ നല്ലതാണ്. നാളെ വരുന്നത് ശുക്ലപക്ഷ ഷഷ്ടിയാണ്. അപ്പോൾ അതെല്ലാവരും അങ്ങനെ എടുക്കണം. അതുപോലെ ഇന്ന് നമ്മൾ കേരളത്തിൽ സംക്രാന്തി, മകരസംക്രാന്തിയാണ്. കേരളത്തിൽ പുറത്തോട്ട് പോകുമ്പോൾ പൊങ്കലാണ്. ഇന്ന് രാവിലെ എല്ലാവരും സൂര്യഭഗവാന് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടു. ഞാനും ഇട്ടു, ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ പോയി ഇട്ടു. അപ്പം സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാവരും രാവിലെ നമ്മുടെ നൈവേദ്യമൊക്കെ വെച്ച് കാണും എല്ലാവരും, അല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിലും നടത്തി കാണും. അപ്പോൾ വൈകുന്നേരം നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ മകര സംക്രാന്തിയായിട്ട് ആഘോഷിക്കുന്നത് കൊണ്ട് അയ്യപ്പസ്വാമിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി അയ്യപ്പസ്വാമിയുടെ ഒരു കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലും അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിലുമൊക്കെ മഹിഷാസുരനെ വധിച്ചത് ദേവിയാണ്, ദുർഗാദേവിയാണ്. മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു. ആ അസുരനെ വധിച്ചത് ദുർഗാദേവിയാണ്. ആ മഹിഷാസുരൻ്റെ സഹോദരിയാണ് മഹിഷി. എരുമയുടെ മുഖത്തോടു കൂടിയ ഒരു അസുര സ്ത്രീയാണ് മഹിഷി എന്ന് പറയുന്നത്. മഹിഷാസുരൻ്റെ സഹോദരിയാണ്. അത് രണ്ടും നിങ്ങൾ വ്യത്യാസമായിട്ട് തന്നെ ഓർക്കുക. മഹിഷാസുരനെ വധിച്ചത് ദുർഗാദേവിയാണ്, മഹിഷിയെ വധിക്കുന്നത് അയ്യപ്പസ്വാമിയാണ്. അങ്ങനെ മഹിഷി ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു. ബ്രഹ്മാവിനെ തപസ് ചെയ്തതിന് ശേഷം വരം നേടുന്നു. അപ്പം മഹിഷാസുരൻ നേടിയ വരത്തിനേക്കാൾ ഒരു പടി കടന്നിട്ടാണ് മഹിഷി വരം ചോദിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വധിക്കുന്നത്, ലോകത്ത് ആർക്കും എന്നെ വധിക്കാൻ പറ്റത്തില്ല. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ സ്ത്രീകൾക്കോ ആയുധങ്ങൾ കൊണ്ട് ഒന്നും എന്നെ വധിക്കാൻ പാടില്ല. ആകാശത്തും ഭൂമിയിലും ഒന്നും വെച്ച് വധിക്കാൻ പാടില്ല. പക്ഷേ ഒരാൾക്ക് മാത്രമേ അഥവാ എന്നെ വധിക്കാൻ പറ്റുമെങ്കിൽ വധിക്കാൻ പാടുള്ളൂ എന്ന് പറയും. കാരണം അമരത്വം കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചോദിക്കുന്ന ആ ചോദ്യമാണ്, അതായത് വിഷ്ണുവിനും ശിവനും കൂടി ഉണ്ടാകുന്ന കുട്ടിക്ക് മാത്രമേ എന്നെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വരമാണ് ബ്രഹ്മാവിൽ നിന്നും ചോദിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒരേ ലിംഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഒരിക്കലും ഇവർക്ക് ഇങ്ങനെയൊരു കുട്ടി ഉണ്ടാകുകയില്ല എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് മഹിഷി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വരം ചോദിക്കുന്നത്. പക്ഷേ എല്ലാം ഭഗവാൻ അറിയാം അല്ലേ. അപ്പോൾ ഭഗവാന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഭഗവാൻ കണ്ടെത്തും. അങ്ങനെയാണ് പാലാഴി കടഞ്ഞ് അമൃത് എടുക്കുന്ന ആ സന്ദർഭത്തിൽ ഭഗവാൻ നാരായണൻ മോഹിനി രൂപത്തിൽ അവതരിക്കുന്നത്. അങ്ങനെ മോഹിനി രൂപത്തിൽ അവതരിച്ച ആ മോഹിനിക്കും, അതായത് ഭഗവാന്റെ മോഹിനി രൂപത്തിനും ഭഗവാൻ പരമശിവൻ്റെയും പുത്രനാണ് മണികണ്ഠസ്വാമി. അതുകൊണ്ടാണ് ഹരിഹരപുത്രൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ മണികണ്ഠസ്വാമി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഭഗവാൻ പന്തളം കൊട്ടാരത്തിൽ എത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. കാരണം രാജശേഖര പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ആ രാജാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാതിരുന്നപ്പോൾ കാട്ടിൽ നിന്നും കഴുത്തിൽ മണി കെട്ടിയ ഒരു കുട്ടിയെ കിട്ടുന്നതും അങ്ങനെ ആ കുട്ടിക്ക് മണികണ്ഠൻ എന്ന് പേരിടുന്നതും പിന്നീട് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തുന്നതും അവസാനം മന്ത്രിയുടെ ഉപദേശപ്രകാരം അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുലിപ്പാലിനായി തേടിപ്പോയ ആ മണികണ്ഠസ്വാമിയുടെ കഥ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ മണികണ്ഠസ്വാമി ഈ പുലിപ്പാല് തേടി കാട്ടിലേക്ക് പോകുന്ന സമയത്താണ്
മഹിഷിയെ വധിക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ മഹിഷി രൂപത്തിലുള്ള അസുര സ്ത്രീ ഭഗവാന്റെ മുമ്പിലേക്ക് വരികയും ഭഗവാനെ ആക്രമിക്കാനായിട്ട് എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു യുദ്ധം നടക്കുകയും മണികണ്ഠസ്വാമിയാണ് ആരെ വധിക്കുന്നത്? മഹിഷി എന്ന് പറയുന്ന അസുര സ്ത്രീയെ വധിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും മഹിഷാസുരനെ അല്ല വധിക്കുന്നത്, മഹിഷി എന്ന് പറയുന്ന അസുര സ്ത്രീയെയാണ് വധിക്കുന്നത്. അത് രണ്ടും വ്യത്യാസമാണ്. ഒന്ന് സഹോദരനാണ് മഹിഷാസുരൻ, മഹിഷാസുരനെ വധിക്കുന്നത് ദുർഗാദേവിയാണ്, മഹിഷിയെയാണ് അയ്യപ്പസ്വാമി വധിക്കുന്നത്. അങ്ങനെ മഹിഷിയെ വധിക്കുന്നു. ആ മഹിഷിക്ക് ശാപമോക്ഷം കിട്ടുന്നു. ഒരു വലിയ സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് ശാപമോക്ഷത്തിൽ നിന്നവൻ ആ സ്ത്രീയാണ് മാളികപ്പുറം എന്നുമൊക്കെ കഥ പറയുന്നുണ്ട്. നമ്മൾ ഈ കഥ ഇന്നത്തെ ദിവസം നമ്മൾ മഹിഷിയെ വധിച്ച അയ്യപ്പസ്വാമിയെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമാണ് അയ്യപ്പസ്വാമി എന്ന് പറയുന്നത്. ഇപ്പം ആന്ധ്രയുടെ സ്വന്തമാണ് തിരുപ്പതി ഭഗവാൻ, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക അഹങ്കാരമാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രമാണ് തിരുപ്പതി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പഴനി തമിഴ്നാടിൻ്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ ഒരു അഹങ്കാരമാണ് ശബരിമല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ആ മകരവിളക്ക് ദിവസം നമ്മൾ സ്വാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ അവിടെ പോകാൻ നമ്മൾ ആരും പോകുന്നില്ല, പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ല. കാരണം കലിയുഗ വരദനാണ്. ഈ കലിയുഗത്തിൽ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ നമ്മുടെ ഒരു അഖണ്ഡ നാമജപം ഒരുപാട് ആളുകൾ ചേർന്നിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒന്നിച്ച് കുറച്ച് ആളുകൾ ചേർന്നിരുന്ന് ജപിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മലമുകളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ മലമുകളിൽ വസിക്കുന്ന ദേവന്മാർക്ക് ഭയങ്കര ശക്തിയുള്ളത്. അതായത് ഈ അയ്യപ്പസ്വാമിക്കായാലും ഒരുപാട് ജനമല്ലേ അവിടേക്ക് വരുന്നത്, പഴനി ആയാലും തിരുപ്പതി ആയാലും. കാരണം അവിടേക്ക് പോകാൻ ഒരു മനുഷ്യരെടുക്കുന്ന കുറച്ച് സ്ട്രഗിളുണ്ട്. അതുപോലെ ആ പോകുമ്പം ഇവർ വിളിക്കുന്ന ആ ശരണം അല്ലെങ്കിൽ ആ നാമത്തിനും വളരെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ദേവതകൾക്ക് ഒരു പ്രത്യേകമായ പവർ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയ്യപ്പസ്വാമിയെ ഉൾപ്പെടുത്തണം. അതുപോലെ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ വരാഹി ദേവിയെയും വിളിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ നാളെ ഷഷ്ടിയാണ്. ഷഷ്ടിയിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. ഇനി വ്രതമെടുക്കാൻ പറ്റാത്തവരാണെങ്കിലും നാളെ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചിട്ട് പ്രത്യേകമായിട്ട് ഉള്ള പ്രാർത്ഥനകളൊക്കെ നടത്തണം. കാരണം വ്രതമൊക്കെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പ്രാർത്ഥന നമുക്കൊരിക്കലും മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്രയാണ് വരാൻ പോകുന്നത്. ഇനി അടുത്ത ഏകാദശി വരുന്നുണ്ട്. ആ ഏകാദശി വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ്. ആ ഏകാദശി എല്ലാവരും എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം. ഏകാദശി വ്രതത്തെ പറ്റിയിട്ടുള്ള വിശദമായൊരു വീഡിയോ ഞാനിടാം. അപ്പോൾ സ്വാമി അയ്യപ്പൻ വധിച്ചത് മഹിഷിയാണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, മഹിഷാസുരനെ അല്ല. കാരണം ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരാളിങ്ങനെ ഒരു തെറ്റ് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഇങ്ങനെയൊരു വീഡിയോ ഇടാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് അങ്ങനെ ഒരു ബോധ്യത്തിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർ തിരുത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇന്നൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടത്. മഹിഷാസുരനല്ല, മഹിഷിയാണ്. മഹിഷാസുരനെ വധിച്ചത് ദേവി ദുർഗാദേവിയാണ്. അതുപോലെ ഞാനിന്ന് പുതിയൊരു വീഡിയോയും കൂടി ഇന്നത്തെ ദിവസം തന്നെ ഇടുന്നുണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ ഭീഷ്മരെ പറ്റി പഠിച്ചായിരുന്നു. അപ്പോൾ ഭീഷ്മരെ ആരാണെന്നും ഭീഷ്മരുടെ ജനനം എങ്ങനെയാണെന്നും അതിനുശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നടക്കുന്ന അംബ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം ഉണ്ട്. ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിനെ പറ്റിയിട്ട് വിശദമായ ഒരു കഥ ഞാനിന്ന് പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണത്. കാരണം ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ അറിവിൽ ബോധ്യത്തിലുള്ള ആദ്യത്തെ ഒരു ശിഖണ്ഡി രൂപം തന്നെ ആയിരിക്കാം ആ കഥയിൽ പറയുന്ന ആ കഥാപാത്രം. നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആദ്യത്തെ ചിലപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കാം മഹാഭാരതത്തിൽ. ദ്വാപരയുഗത്തിലാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കഥ എല്ലാവരും കേൾക്കണം. അതുപോലെ കഥകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കഥകൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ അതിന് കമൻറ്റ് ഇടണം. കാരണം എന്നാലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഈ കഥകളൊക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളത്. അതുപോലെ ഏത് തരത്തിലുള്ള കഥകളാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്, ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യുകയും വേണം. അതുപോലെ
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നിങ്ങൾ കമൻറ്റ് ഇടണം, കാരണം എന്നാലേ എനിക്ക് അറിയുള്ളൂ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ഇടുന്നത്. നിങ്ങൾക്കും കൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ആ രീതിയിലുള്ളത് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളത് പറയണം. അപ്പോൾ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞു തരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.